ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിറ്റിൽ ഗ്രേസൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തുളസി. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയ വിശേഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മോണിറ്റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ പരസ്യം വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കർക്കിടകം സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പോൾ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ല ഹെയർ മാസ്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ സമയത്ത് നമ്മൾ ബ്യൂട്ടി കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും നടത്തി കഴിഞ്ഞാൽ എളുപ്പ റിസൾട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഹെയർ മാസ്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ ഈ ഒരു മന്തിൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി വളരെ വീക്കായിട്ടുള്ളൊരു ടൈമാണിത്. ഈ കർക്കിടകത്തിൽ ചെയ്യണം എന്ന് വെച്ചാൽ ഈ സമയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അടുത്ത മാസം വേണമെങ്കിലും ഏത് മാസം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഉലുവയാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവ നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്തെടുക്കണം, അതായത് വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഈ ഒരു ബൗളിൽ ഒരു 3/4 ഭാഗത്തോളം വെള്ളം എടുക്കുന്നുണ്ട്. അതിലാണ് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇടുന്നത്. എന്നിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കുക. അതല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ നേരം ഇട്ട് വെച്ചാലും മതി, നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി നന്നായിട്ട് സ്ട്രോങ് ആവാനും നന്നായിട്ട് തഴച്ചു വളരാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ തലയിലുള്ള താരൻ അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാം. പിന്നെ തലയിലുള്ള ചൊറിച്ചിൽ, അതുപോലെ മുടി നരയ്ക്കുന്നത്, ഇതൊക്കെ കുറയ്ക്കാം. പിന്നെ ഉലുവ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി നല്ല തിളക്കമുണ്ടാവും. കണ്ടീഷണർ ഉപയോഗിച്ച പോലെ ഇരിക്കും നമ്മുടെ തലമുടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചൊറിയണം അല്ലെങ്കിൽ കൊടിത്തൂവ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു രോമം പോലുള്ളൊരു സംഭവമുണ്ട്. അത് നമ്മുടെ കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ചൊറിയും. അപ്പോൾ അത് പറിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പറിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ലോസ് തടയാനും മുടി നന്നായിട്ട് തഴച്ചു വളരാനും പിന്നെ നല്ലൊരു ഗ്ലോസി എഫക്റ്റ് മുടിക്ക് കിട്ടാനും സഹായിക്കും. പിന്നെ താരനും പോയി കിട്ടും. ഒരു 5 ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ സംഭവം ചെമ്പരത്തിയില. അപ്പോൾ ചെമ്പരത്തിയില ഒരു 10 എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിയില നമ്മുടെ മുടി നന്നായിട്ട് വളരാനും താരൻ പോവാനും പിന്നെന്താ പറയുക, നല്ല തിളക്കമുണ്ടാവും മുടിക്ക്. പിന്നെ മുടി കൊഴിച്ചിൽ തടയും. അപ്പോൾ ഒരുപാട് ഉപകാരമുള്ളൊരു ചെടിയാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. ചെമ്പരത്തിയുടെ പൂവും ഇലയൊക്കെ ബെസ്റ്റാണ് തലമുടിക്ക്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ മതി നമ്മുടെ ഈ ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് ഇനി നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇലകളൊക്കെ എന്ന് വെച്ചാൽ കട്ട് ചെയ്തിട്ടിടണം. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ചൊറിയണത്തിൻ്റെ ഇല എടുത്തിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കത്തി ഉപയോഗിച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ രോമമുള്ള ഭാഗം ഞാൻ ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അടുത്ത സംഭവം ഉലുവയാണ്. അപ്പോൾ ഉലുവേൻ്റെ കൂടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്പരത്തിയില ഇട്ട് കൊടുക്കുകയാണ് അടുത്തത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിതിലിടുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞാൽ മുടി കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇതിൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷാമ്പൂ അതൊന്നും ഉപയോഗിക്കാതിരിക്കുക, എന്നാലും നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം ഇട്ട് കഴിഞ്ഞു. നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് എണ്ണ തേച്ച തലമുടിയിൽ സ്കാൽപ്പിൽ നന്നായിട്ട് പുരട്ടുക. അപ്പോൾ പുരട്ടുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പുരട്ടുക. എന്നിട്ട് 1/2 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ഷാമ്പു ഒരിക്കലും ഉപയോഗിക്കരുത്. നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുപയർ പൊടിയോ താളിയോ ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഹെയർ പാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഉപയോഗിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിറ്റിൽ ഗ്രേസൽസിൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.